ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത്തരം സ്റ്റൈലിഷ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, വാട്സപ്പിൽ സ്റ്റാറ്റസിൽ ഇടാം. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് കൈൻ മാസ്റ്റർ, എവി പ്ലെയർ, പവർ ഡയറക്ടർ. ഇനിയിപ്പോൾ എവി പ്ലെയർ പവർ ഡയറക്ടർ കോമ്പിനേഷനും പറ്റും, അതുപോലെ തന്നെ എവി പ്ലെയർ കൈൻ മാസ്റ്റർ കോമ്പിനേഷനും ഇവിടെ സാധിക്കുന്നതാണ്. എന്നാലും മൂന്നും ഞാനിവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എവി പ്ലെയർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എവി പ്ലെയറിലാണ്, അഥവാ എവി പ്ലെയർ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റിലാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേജിൻ്റെ ഐഡിയും നെയിമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഇവിടെ ചേഞ്ച് ചെയ്യാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടെ എവി പ്ലെയറിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റത്തെ ഇമേജ് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്ഷൻസ് വരും. അതിൽ ഇമേജിൽ കസ്റ്റം ഇമേജിൽ പിക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ആവും. അവിടെ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോ ചിലപ്പോൾ ഇതുപോലെയൊക്കെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൊസിഷൻ എന്ന് കാണാം. അത് വെച്ചിട്ട് ഫോട്ടോ നമുക്ക് താഴേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെയിം ഫോട്ടോ തന്നെ ഇവിടെ ബ്ലർ എന്ന് കാണാം. അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡിസേബിൾ ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷൻ. അതിനുശേഷം രണ്ടാമതൊരു ഇമേജ് വരുന്നുണ്ട്. ആ ഇമേജ് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോർഡർ, ഒരു മാസ്ക് ഇമേജിൻ്റെ കളറാണ്. നമുക്ക് ആ ഇമേജിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റാം. അതിനുശേഷം ഒരു ഇമേജ് വരുന്നുണ്ട്. ആ ഇമേജ് പറഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ക്രിയേഷൻസ് എന്ന് എഴുതി കാണാം. അത് ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റം ഇമേജ് ക്ലിക്ക് ചെയ്യുക, പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണത്. അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം വരുന്ന മറ്റ് രണ്ടും ഇതുപോലെ ആഡ് ചെയ്യുക. രണ്ടും സെയിം പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. മുകളിലും താഴെയും നമുക്ക് പാർട്ടിക്കിൾസ് കാണാം. അതിൽ ഓവറാൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ എടുക്കുക. അവിടെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ എതിർ ദിശയിലുള്ള, അഥവാ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കളർ ചിലപ്പോൾ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള കളർ എടുക്കുക. അതപ്പോൾ നീല എടുക്കുമ്പോൾ മഞ്ഞാണ് വരുന്നുണ്ടെങ്കിൽ മഞ്ഞ എടുക്കുമ്പോൾ നീല വരും. അത് ചെറിയൊരു എററാണത്. പിന്നെ പാർട്ടികൾ രണ്ടാമത്തത് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ ബ്ലർ എഫക്റ്റ് കാണാം. അതിൽ നമുക്ക് അപ്പിയറൻസ് എടുക്കുക. അതിൽ അപ്പിയറൻസിൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളത് പിങ്ക് ആയിരുന്നു. അതിന് നമ്മൾ ബ്ലൂ എടുത്തു. അതോടൊപ്പം തന്നെ പാർട്ടിക്കിൾസിൽ നമുക്ക് കളറൊന്നും ചേഞ്ചസ് വരുത്താനില്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള മുകളിലുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചൂസ് പ്രീസെറ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. അതിൽ 1080 പിക്സൽ അറ്റ് 30 ഫ്രെയിം റേറ്റിലുള്ള ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ വീഡിയോ കോഡക്ക് ഞാൻ MPEG-4 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോ കോഡക് പ്രൊഫൈൽ മെയിൻ ആവും. അത് ബേസ് ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എൻഡറ്റ് എന്ന് കാണാം. എൻഡറ്റ് പറഞ്ഞാൽ ഇപ്പോൾ 30 സെക്കൻഡാണ് നോർമലി ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഉണ്ടാവുക. ഞാനൊരു 10 സെക്കൻഡ് എടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈൻ മാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു പുതിയ ലെയർ ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 16:9 റേഷ്യോയിലുള്ള ഒരു ഫുൾ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മീഡിയ എന്ന് കാണാം. അതിൽ ഡൗൺലോഡ് എന്ന ഫോൾഡറിലായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട ലിറിക്സ് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ സോങ്, അഥവാ നമ്മളിവിടെ ഇപ്പോൾ ഓഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സോങ്, ഇപ്പോൾ ഒരു സെയിം സോങ് നമുക്ക് എടുക്കാം. ഈ സെയിം സോങ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഈ സോങ് ആഡ് ചെയ്തതിന് ശേഷം സോങ്ങിൽ നമ്മൾ ലിറിക്സ് വരുന്ന ഭാഗം ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ലിറിക്സ് വന്നതെങ്കിൽ നമുക്കിതിലൊരു നേരത്തെ കണ്ട ഒരു ലവ് ആനിമേഷൻ ആദ്യം ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ലെയർ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ വഴി ആ ഒരു എക്സ്പോർട്ട് ചെയ്ത് ആ ഒരു ലവിൻ്റെ ഫയൽ ഞാൻ ഡൗൺലോഡ് തരാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തരാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് അതൊന്ന് വലുതാക്കിയതിന് ശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലെൻഡിങ് എന്ന് കാണാം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കാണാം സ്ക്രീൻ എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിതിൻ്റെ വലിപ്പം ഒന്നുകൂടി കൂട്ടേണ്ടതുണ്ട്. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക. അതവിടെ വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒന്നില്ലെങ്കിൽ എബി പ്ലെയർ അഥവാ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡിൽ ആദ്യം നിങ്ങൾ കോപ്പി പേസ്റ്റ് അടിക്കണം ലിറിക്സ്, അഥവാ നമ്മളിപ്പോൾ ഗൂഗിൾ പോയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് സോങ് ലിറിക്സ് എന്ന് അടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ എന്ത് സോങ്ങാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സോങ്ങിൻ്റെ ലിറിക്സ് കിട്ടും. ഞാനിവിടെ ഇപ്പോൾ ഇതിവിടെ സെലക്ട് ചെയ്തു. ഇത് ഒരു ലിറിക്കാണ്, ജോക്കർ എന്ന സോങ്ങിൻ്റെ ഒരു ലിറിക്കാണ്. അത് ജസ്റ്റ് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ജസ്റ്റ് അത് ഈ ലവിൻ്റെ അഥവാ എവിടെയാണോ നമ്മുടെ ആനിമേഷൻ ഉള്ളത് ആ ആനിമേഷൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവിടെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് സെയിം കളർ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക, കാരണം സെയിം കളർ ആകുമ്പോൾ ഒന്നുകൂടി നേക്കുണ്ടാവും. കുറച്ച് ബോൾഡിങ് കളർ നമുക്ക് എടുക്കാൻ നല്ലത്. ഓക്കെ, ഇതിൻ്റെ കളറ് നമുക്ക് ഒരു പണി ചെയ്യാം. ഇവിടെ ഇപ്പോൾ കളറ് ഒരു വൈറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഏതൊന്ന് എനബിൾ ആണ്, ഇല്ല അത് ഓൾറെഡി അങ്ങനെയാണ്. അതിനുശേഷം ഇതിനൊരു ആനിമേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് ഇൻ ആനിമേഷൻ ഇപ്പോൾ ഒരു ഫെയ്ഡ് പോപ്പപ്പ് അല്ലെങ്കിൽ ഫെയ്ഡ് എന്നുള്ളൊരു എഫക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എഫക്റ്റ് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് വേണ്ട, അഥവാ ജസ്റ്റ് ഇതിൽ നമുക്ക് ഇപ്പോൾ ആകെ ചെയ്യേണ്ടത് ഈ ലവിൻ്റെ എഫക്റ്റ് മാത്രം കൊടുക്കുക. അതിൻ്റെ സെയിം കോപ്പി അഥവാ അത് സെലക്ട് ചെയ്തിട്ട് അത് ഇൻ ആനിമേഷൻ എന്നുള്ളിടത്ത് ഫെയ്ഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഔട്ട് ആനിമേഷൻ എന്നുള്ളിടത്തും ഫെയ്ഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. അഥവാ അതിൻ്റെ രണ്ടാമത്തെ സെയിം കോപ്പി എടുക്കുകയാണ്. ഓക്കെ, അതെടുക്കുക. അതെടുത്തിട്ട് ലിറിക്സ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 10 സെക്കൻഡ് ആയതുകൊണ്ടാണത്. ഓക്കെ, ലിറിക്സ് വരുന്നതിനനുസരിച്ച് ഈ ലവിൻ്റെ എഫക്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫുൾ HD തന്നെ എക്സ്പോർട്ട് ചെയ്യാം. ഫുൾ HD ആകുമ്പോൾ ഏകദേശം ഒരു 30-40 MB ഉള്ളിൽ വരുള്ളൂ. അത് പിന്നെ വാട്സപ്പിലും ഇതിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കംപ്രസ് ചെയ്തിട്ടാണ് വാട്സപ്പിലൊക്കെ ഷെയർ ആവുക. അതുകൊണ്ട് തന്നെ സൈസ് കൂടുതലാണ് പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല. സൈസ് കംപ്രസ് ചെയ്യുന്നതനുസരിച്ച് ക്വാളിറ്റി ലോസ് ആവും. എപ്പോഴും ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. എക്സ്പോർട്ട് ആയതിനു ശേഷം ഇവിടെ പവർ ഡയറക്ടർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. പവർ ഡയറക്ടർ ഓപ്പൺ ചെയ്യാം. പവർ ഡയറക്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ന്യൂ പ്രോജക്റ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫോൾഡർ എടുക്കുക. അതിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടെ പ്ലേ ചെയ്യും. ഓക്കെ, പ്ലേ ചെയ്തതിന് ശേഷം ഈ ലവ് വരുന്നതിൻ്റെ സ്റ്റാർട്ടപ്പിൽ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ലെയറിൻ്റെ രണ്ടാമതൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഓരോ ആനിമേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരാൻ ഈ മോഡൽ പിന്നെ ഇത് നോക്കാം.
ഇത് ഈ ഒരു എഫക്റ്റ്, ഇത് വേറെ ഒരു ടൈപ്പിലുള്ള എഫക്റ്റ്, കുറച്ച് ബോറിംഗ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെറ്റ് മോർ എന്നുള്ള ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മോർ ദാൻ ആനിമേഷൻസ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഈ സൈബർ ലിങ്ക് എന്നുള്ളൊരു എഫക്റ്റാണ് ഫസ്റ്റത്തെ. നമുക്കൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കാം. ഈ ഒരു എഫക്റ്റ് ആയിരിക്കും. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറക്കുക. സൈസ് കുറച്ചിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. അത് നമ്മുടെ ലവിൻ്റെ മുകളിലാണ് നമുക്ക് ഈ എഫക്റ്റ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടി എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോണ്ട് ഡിഫോൾട്ട് ആയിരിക്കും. ഇവിടെ നിലവിൽ നമുക്ക് കുറച്ച് ഫോണ്ട് അവർ നൽകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നിലവിൽ കുറച്ച് ടെക്സ്റ്റ് അവർ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് വേണം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ, വേറെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്, ഫ്രീ വേർഷൻ ആണിത്. അപ്പോൾ നമ്മളിവിടെ ഒരു മോഡൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ്, ഒരു ബോർഡർ എഫക്റ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത്. കുറച്ച് ഡാർക്കായിട്ട് ഇരുന്നോട്ടെ, എന്നാലും കുറച്ച് നാക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് എഫക്റ്റ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അതിനുശേഷം ഇതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിലും അവിടെ മാറ്റാം, അതൊക്കെ നിങ്ങളിഷ്ടം. ഇതിനൊരു ബ്ലാക്ക് കൊടുത്താൽ ഒരു നാക്കില്ല, വൈറ്റിന് മതി. അതിനുശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോ ടെക്സ്റ്റ് മാറ്റാൻ നേരത്തെ കോപ്പി ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ലോങ് പ്രസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്നും കൂടി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വെക്കുക. അതിനുശേഷം വീണ്ടും പെൻസിലേക്കിന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും സോറി ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ പറ്റേ ബോറായിട്ടുണ്ട്. സ്ട്രോക്ക് എടുക്കുക. ഇത് മതി. അല്ലെങ്കിൽ നമുക്ക് പിങ്ക് സെലക്ട് ചെയ്തിട്ട് ലവിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് കൊടുക്കാം. അതിനുശേഷം മൂന്നാമതൊരു ഓപ്ഷൻ കാണാം, ഷാഡോ എഫക്റ്റ് ആണ്. അത് ഫസ്റ്റ് ഷാഡോ എനേബിൾ ചെയ്യുക. അതിനുശേഷം അടിയിൽ കാണാം ഫിൽ ഷാഡോ എന്ന്. അത് കാരണം കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇവിടെ നമ്മൾ ലവ് എന്നുള്ള ലവ് പോകുന്നിടത്ത് നമ്മൾ ഇത് എൻഡാവണം. ഓക്കെ, അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ നെക്സ്റ്റത്തെ ടെക്സ്റ്റ് വരുമ്പോൾ ഇവിടെ പോസ് ചെയ്തിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ഔട്ട്, ഈ ഒരു എഫക്റ്റാണ് ഇവിടെ വരിക. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യുക. സെയിം ലിറിക് ആയതുകൊണ്ട് തന്നെ വീണ്ടും അതന്നെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് കുറച്ചിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൾറെഡി ആഡാണ്. ഇനി നമുക്ക് ടി എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ടുകളൊക്കെ അടിപൊളി ഫോണ്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഫോണ്ടുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് കളിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിങ്ക് എടുത്തു. അതുപോലെ തന്നെ സെയിം ബോർഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തു. അതിനുശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ ബാക്കിൽ വെക്കുക, പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് 10 സെക്കൻഡാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ സെക്കൻഡ് വേണമെങ്കിൽ 30 സെക്കൻഡിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ഓരോ ലിറിക്ക് വരുന്നതിനനുസരിച്ച് ആഡ് ചെയ്യാം. ചിലതൊക്കെ അടുപ്പിച്ച് ലിറിക്സ് വരും. അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ കൈൻ മാസ്റ്ററിൽ തന്നെ നമുക്ക് ആനിമേഷൻ ചെയ്യാം. കൈൻ മാസ്റ്ററിൽ ആനിമേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പവർ ഡയറക്ടറും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം കൈൻ മാസ്റ്ററിൽ നോർമലി ഇന്നും ഔട്ട് അല്ലാണ്ട് വേറെ ക്ലിപ്പ് ആനിമേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് സൈസ് കിട്ടുന്നില്ല. അപ്പോൾ അത് വേറെ ലോഗോ പിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ടാക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
അതിനുശേഷം ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം സേവ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് വീഡിയോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ടു ഗാലറി എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ HD സ്റ്റാൻഡേർഡ് ഐ ഡെഫിനിഷൻ അതുപോലെ തന്നെ ഫുൾ ഐ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആ ലവിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ കൈൻ മാസ്റ്ററിൽ കളർ അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തിട്ട് വൈറ്റ് ആക്കാം. ലവിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പിങ്കാണ് കറക്റ്റ് സ്യൂട്ട് ആവണത്. മറ്റ് കളർ കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ പിങ്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് പരമാവധി എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പിങ്ക് പോലെയുള്ള ഒരു എഫക്റ്റ് ട്രൈ ചെയ്യുക കോമ്പിനേഷനുള്ള. ഇത് നമുക്കിവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.